നമ്മുടെ മലയാളത്തിലൊക്കെ ഉള്ള ഒരു നടിയാണ് ഗൗരി കിഷൻ. എവിടെ നോക്കിയാലും ഇപ്പോൾ ബോഡി ഷേമിങ്. ഗൗരി കിഷൻ ആകെ കൂടെ ദേഷ്യപ്പെട്ടു. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്തു. ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ്. ഞാൻ നോക്കുമ്പോൾ കുറേ വലിയ ആൾക്കാർ, ഈ ഖുഷ്ബു, വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ മറ്റേ BJPയിലും അവിടെ ഇവിടെയൊക്കെ വലിയ ആൾക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഖുഷ്ബു, പിന്നെ രാധിക, ഈ തമിഴ്നാട്ടിലുള്ളവരെ, ഇവരൊക്കെയാണ് ഈ ഗൗരി കിഷനുമായിട്ട് ഇങ്ങനെ വലിയ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. പുള്ളിക്കാരി ഒരു പ്രസ് മീറ്റിൽ പോയി. പ്രസ് മീറ്റല്ല, മറ്റേ മൂവിയുടെ ഒരു ലോഞ്ചിങ് പോലെയാണത്. ആ മൂവി റിലീസുമായി. അതേഴ്സ് എന്നാണ് സിനിമയുടെ പേര്. സിനിമയിൽ ട്രെയിലർ കാണിച്ചപ്പോൾ ഹീറോ ഗൗരി കിഷനെ പൊക്കിയെടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഈ പടത്തിൽ കാണുന്ന ഈ റിപ്പോർട്ടർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒരു ചോദ്യം ചോദിച്ചു. ഗൗരി കിഷനോടല്ല കേട്ടോ, ഹീറോയോടാണ് ചോദിച്ചത്. പുള്ളിക്കാരിക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ള ഒരു സംഭവം ചോദിച്ചു. അത് കേട്ടതോടെ ഭയങ്കര പ്രശ്നം. അവർ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ചതിനെ തള്ളി. ഗൗരി കിഷൻ ആദ്യമൊന്നും വലുതായിട്ട് മിണ്ടിയില്ല. പക്ഷേ പിന്നെ പുള്ളിക്കാർ റിയാക്ട് ചെയ്തു. നിങ്ങൾ അങ്ങനെ ചോദിക്കും, നിങ്ങൾ എപ്പടി കേൾക്കലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നു. ഇത് ബോഡി ഷേമിംഗ് ആണ്. ഒരു നടിയുടെ വെയിറ്റ്, ഈ നടിമാർക്കൊരു കുഴപ്പമുണ്ട്. നടിമാരല്ല, ഈ സെലിബ്രിറ്റി ആയിട്ടുള്ളവർക്കൊക്കെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഇവർ എന്ത് തമാശയും പറയും. അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അതൊന്നും ഹൂ കെയർസ് എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇവർക്കെതിരെ എന്തെങ്കിലും ഇവർക്ക് പറ്റാത്ത ഒരു കമൻറ്റാണ് വരുന്നതെങ്കിൽ അത് പിന്നെ ബോഡി ഷേമിംഗ് ആയി, അത് വലിയ സംഭവമായി, വലിയ ആനയും മണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുകയാണ് ഇപ്പോൾ. ഈ അതേഴ്സ് എന്ന് പറയുന്ന സിനിമ വലിയ ഗുണമൊന്നും ഇല്ലെന്നാണ് കേട്ടത്. അപ്പോൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിന് വലിയ കാശൊന്നുമില്ല, പുള്ളിക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനൊന്നുള്ള ഒരു ത്രാണിയില്ല. അപ്പോൾ ഇതൊരു ഫ്രീ പ്രൊമോഷനാണ്. അതാണ് സംഭവിച്ചത് ഗൗരി കിഷൻ്റെ കാര്യത്തിൽ. നമ്മളിപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ യൂട്യൂബർമാരും എല്ലാവരും ഇതും പിടിച്ച് നടക്കുകയാണ്. ബോഡി ഷേമിങ്ങിനെ ഭയങ്കരമായിട്ട് തരണം ചെയ്തു. അങ്ങ് ഹിമാലയം വരെ ഇത് തന്നെയാണ് ചർച്ച തന്നെ. റിപ്പബ്ലിക് TV മുതൽ ഉള്ള നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ചാനലിലും ഗൗരി കിഷനെതിരെ നോട്ട ലേഡി ഭയങ്കരമായിട്ട് മറ്റേ ബോഡി ഷേമിങ്ങിനെ പുള്ളിക്കാരി തരണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അയാൾ ചോദിച്ചത്? അയാൾ ചോദിച്ചത് ഇവരോടല്ല. അയാൾ ചോദിച്ചത് സൈഡിലുള്ള ഇവരെ പൊക്കിയെടുത്ത ഒരു ആർട്ടിസ്റ്റിനോടാണ്. പൊക്കിയെടുക്കുന്നതും ഇതൊക്കെ അഭിനയം, ഇതൊക്കെ കല. ഇത് മറ്റേ ഇതുണ്ടല്ലോ, അറിയാമല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ കലയാണ്, തേങ്ങാക്കൊലയാണ്. വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാടി ഇങ്ങനെ കൂത്താടി നടക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ സംഭവമായിട്ട് മാറി. ഞാനങ്ങനെ ചോദിക്കുകയല്ല. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ബായ്, എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിയെ മറ്റേ ഊച്ചാളിന്ന് വിളിക്കും, പ്രധാനമന്ത്രിയുടെ മറ്റേ കോലയിട്ട് കത്തിക്കും. ആ ഒരു രാജ്യത്താണ് ഈ ഒരു ആനുകൂല്യം കൊടുക്കുന്നത് പെണ്ണുങ്ങൾ ബോഡി ഷേമിങ് എന്ന് പറഞ്ഞു, എന്നെ ബോഡി ഷെയിം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആണുങ്ങളെ എന്തും പറയാം, ആണുങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കാം, ആണുങ്ങൾക്കെതിരെ എന്ത് തോന്നിയാസവും പറയാം. അതൊന്നും ഒരു പ്രശ്നമില്ല. ഈ മറ്റേ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയാണ് ബോഡി ഷേമിങ് ചെയ്ത ഒരു വ്യക്തി, ബോഡി ഷേമിങ് ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്ന് വേണേൽ പറയാം. പുള്ളി ഒരു റിപ്പോർട്ടർ എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി ഒരു യൂട്യൂബറാണ്. പുള്ളി കുറേ പത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. വീടൻ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ മാത്രമേ പുള്ളി വർക്ക് ചെയ്യാത്തുള്ളൂ. ബാക്കിയുള്ള ദിനമലർ, ദിനത്തന്തി എന്ന് പറഞ്ഞ് പുള്ളി കുറേ തള്ളുന്നൊക്കെ ഉണ്ട്. പുള്ളി കുറേ വീഡിയോ ഒക്കെ ചെയ്തു. ഇവർ തമ്മിൽ യോജിച്ചിട്ടുള്ള ഒരു കളിയാണെന്നാണ് എനിക്ക് തോന്നിയത് ഇത് കണ്ടപ്പോൾ. പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങ് റിയാക്ട് ചെയ്യാതെ അങ്ങ് വിടാമെന്ന് വെച്ച് ഞാൻ ഇത് 2 ദിവസം വിട്ടു. ഞാൻ നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് പൊക്കിയെടുത്ത് നടക്കുകയാണ് നമ്മുടെ ആൾക്കാർ. എന്താണിത്? വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യാൻ? അതൊന്നും പ്രശ്നമല്ല. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ബോഡി ഷേമിങ്. എന്നാൽ അയാൾ ചോദിച്ചെന്താ? അയാൾ ഈ പെണ്ണുമ്പിള്ളിയോടല്ല ചോദിച്ചത്. അയാൾ ആരോടാണ് ചോദിക്കുന്നത്? അയാൾ ഹീറോയോട് ചോദിക്കുന്നു, അവരുടെ വെയിറ്റ് എന്താണ്, നിങ്ങൾ പൊക്കിയെടുത്തല്ലോ, ഭയങ്കര വെയിറ്റ് ആണോ എന്ന് പുള്ളി ഒന്ന് കളിയാക്കി ചോദിച്ചാൽ ഇവർക്ക് കളിയും തമാശയും ഇതൊക്കെ പറയാം. പക്ഷേ വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി. എന്താടേ ഇത്? എന്നാ നന്നാവല്ലേ?